നിങ്ങൾക്ക് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നന്ദി ഹിൽസൊക്കെ പോയി മടുത്തെങ്കിൽ I can suggest you this. This is a good place to visit. ഈ ഒരു സമയത്താണെങ്കിൽ it's very 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 cool. So you can visit this place. And it's so beautiful. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉത്തരി ബേട്ട എന്നൊരു ട്രെക്കിംഗ് പ്ലേസിനെ കുറിച്ചാണ്. ബാംഗ്ലൂർ ഡെയിലി റൂട്ടീനിൽ നിന്ന് ഒരു ബ്രേക്ക് വേണമെങ്കിൽ, എന്നാൽ നന്ദി ഹിൽസ് പോയി ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. ഉത്തരി ബേട്ട കയറാൻ കുറച്ച് പണിയാണെങ്കിലും പക്ഷേ മുകളിലെ കാഴ്ച ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഇതൊരു ചെറിയ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ബാംഗ്ലൂർ സിറ്റി ലൈഫ്. ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അറൗണ്ട് ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ മുകളിലെത്തി. കുറച്ച് റിസ്ക്കിയും പിന്നെ കുറച്ച് ഡാർക്ക്നെസ്സും നിറഞ്ഞൊരു പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞു. Okay, 4 a.m. we started our trekking. Here by 5. Okay, 5 we reached. Waiting for sunrise. And yes, Sun is hesitating to come and rain. സൺറൈസ് കാണാനാണ് ഞങ്ങൾ പോയതെങ്കിലും പക്ഷെ സണ്ണ് ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു ആൻഡ് ഹൈഡിങ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. പക്ഷെ ക്ലൈമറ്റ് അതൊരു രക്ഷയുമില്ലായിരുന്നു. ട്രെക്കിങ്ങിന് വേണ്ട മെയിൻ ഐറ്റംസ് ഫസ്റ്റ് ടോർച്ചാണ്. കാരണം നിങ്ങൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ഡാർക്കായിരിക്കും. ടോർച്ചില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. പിന്നെ വേണ്ടത് വിൻ്റർ വെയർ, അല്ലെങ്കിൽ തണുത്ത് മരവിച്ച് പോകും. ഞങ്ങൾ മെയിൻലി അവിടെ അന്താക്ഷരി ആയിരുന്നു. ഇത്രയൊക്കെ പാടി വിളിച്ചിട്ടും സൂര്യൻ മാത്രം വന്നില്ല. ഇനി കുറച്ച് ഹിസ്റ്ററി ആവാം. ഉത്തരി ബേട്ട അല്ലെങ്കിൽ ഹുത്രിദുർഗ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലം തമിഴൂർ ജില്ലയിലെ കുനിഗൽ ഭാഗത്തിന് സമീപം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 60-70 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് പഴയ കാലത്തെ ഒരു കോട്ടമലയാണ്. കെമ്പേഗൌഡൻ്റെ കാലത്ത് ബാംഗ്ലൂരിനെ സംരക്ഷിക്കാൻ നിർമ്മിച്ച നവദുർഗങ്ങളിൽ ഒന്ന് ഈ ഹുത്രിദുർഗയായിരുന്നു. 1791 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. ഇന്നും നമുക്ക് മല കയറുമ്പോൾ കോട്ടയുടെ അവശിഷ്ടങ്ങളും വാതിലുകളും അതുപോലെ തന്നെ പഴയ ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രം ആൻഡ് ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു നന്ദിയുടെ പ്രതിമയുണ്ട്. ഒരു 8 മണിയോടുകൂടെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബാംഗ്ലൂരിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങളിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഫോർ മോർ വീഡിയോസ് പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്.